നമസ്കാരം. നമസ്തേ. കേരള സമൂഹത്തെ, പ്രത്യേകിച്ച് മാധ്യമ സമൂഹത്തെ അമ്പരപ്പിച്ച ഒന്നായിരുന്നു കെ.എം. ബഷീറിൻ്റെ മരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രീരാം വെങ്കിട്ടരാമനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നായിരുന്നു. അദ്ദേഹമല്ല കാർ ഓടിച്ചത്, മറ്റൊരു വ്യക്തിയാണെന്നുള്ള തരത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് സിദ്ദീഖിൻ്റെ കൂടെ, കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖിൻ്റെ കൂടെ ഈ ശ്രീരാം വെങ്കിട്ടരാമൻ തൊട്ടടുത്ത സീറ്റ് പങ്കിട്ടപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ച് രംഗത്ത് വരുന്നു. അവസാനം അദ്ദേഹം നിവൃത്തിയില്ലാണ്ട് അന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ അന്ന് ഈ സംഭവം നടന്നു. അപ്പം UDF അടക്കം ഈ പറഞ്ഞ പോലെ കെ.എം. ബഷീറിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് നിലപാടിരുന്ന അതേ കെ.എം. ബഷീറിൻ്റെ കൊലയാളിയെ UDFൻ്റെ ഒരു മന്ത്രി കൂടെ ഇരുത്തുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഒരു വിരോധാഭാസം എത്രമാത്രമാണ്. UDF അവരുടെ നയവ്യത്യാസം അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച ഐഡിയോളജിയിൽ നിന്ന് ടോട്ടലി മാറുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ ഒരു വിഷയത്തില് കുറച്ചുകൂടി ജാഗ്രത മന്ത്രി സിദ്ദിഖ് പാലിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തില് മാധ്യമ പ്രവർത്തകര് അവിടെ കിടന്ന് ബഹളം വെച്ചതിനെ അതിലെ ഒരു ഇരട്ടത്താപ്പ് ഈ സമയത്ത് വ്യക്തമായി. കാരണം മുൻ സർക്കാരിന്റെ കാലത്ത് കൃഷിമന്ത്രിയായിരുന്ന പ്രസാദിനോടൊപ്പം ഈ കുറ്റാരോപിതനായ ശ്രീറാം വെങ്കിട്ടരാമൻ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അന്നും ഇതേ മാധ്യമ പ്രവർത്തകരൊക്കെ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ മാധ്യമ പ്രവർത്തകരൊന്നും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല. ഒരു എതിർപ്പും ഒരു സമയത്ത് ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചപ്പോൾ വലിയ എതിർപ്പുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് സർക്കാരിന് ആ എതിർപ്പിനെ മടക്കാൻ പറ്റാതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ശക്തമായിട്ട് എതിർത്തത്. അതേ തുടർന്നാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ ആ നിയമനം പിൻവലിച്ചത്. ശ്രീറാം വെങ്കിട്ടരാമന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെ വെള്ളപൂശുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ആ ഒരു വിഷയത്തില് അദ്ദേഹം ഇതുവരെ കുറ്റവിമുക്തനായിട്ടില്ല. അദ്ദേഹത്തിന് എതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന, എനിക്ക് തോന്നുന്നത് പണ്ട് IPC 304 എന്ന് പറയും, നിനക്കെതിരെ 304 ചാർജ് എടുക്കുമെന്നൊക്കെ പോലീസുകാർ പണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതുണ്ട്. ആ പഴയ 304 ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് വകുപ്പ് ചിലപ്പോൾ 302 303 എങ്ങാണ്ടായിട്ട് ഇപ്പം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ വകുപ്പ് അനുസരിച്ചിട്ടുള്ള ചാർജ് അദ്ദേഹത്തിനെതിരെ ഉണ്ട്, കുറ്റപത്രത്തിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു വിഷയത്തിൽ ആ ചാർജ് അനുസരിച്ച് അദ്ദേഹത്തെ അനുസരിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോ ഇത് ഒഴിവാക്കി കിട്ടണം എന്നാവശ്യപ്പെട്ട്, അതായത് 304 ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതിനുശേഷം കേരള ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു. അപ്പോ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നുള്ളത്, ആ ഒരു വകുപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഒഴിവാക്കണമെന്ന അദ്ദേഹത്തിന്റെ ഹർജി കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയ അദ്ദേഹത്തിനെതിരെ ചാർജുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ധാർമ്മികത എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പണ്ട് ഇപ്പോൾ ബഹളം വെക്കുന്ന മാധ്യമ പ്രവർത്തകരെ പണ്ട് LDF സർക്കാരിന്റെ കാലത്ത് ഈ മനുഷ്യനെ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആവരും വിട്ടാതിരുന്നു. കാരണം LDF സർക്കാരിന്റെ കാലത്ത് പത്രക്കാർക്ക് കോൺഗ്രസിനെതിരെ ബഹളം വെക്കുന്ന അത്ര ധൈര്യമായിട്ട് ബഹളം വെക്കാൻ പറ്റില്ല. പിണറായി ഒക്കെ ആണെങ്കിൽ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് അപ്പോഴേ നിർത്തിക്കളയും. പിണറായി എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പിന്നീട് പത്രസമ്മേളനം നടത്തില്ല. അച്യുതാനന്ദൻ പോലും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ കൃത്യമായിട്ട് പല പത്രസമ്മേളനങ്ങളും ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇതിനേക്കാളൊക്കെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയോ, അല്ലെങ്കിൽ അത് മറ്റു പല ആംഗിളിൽ അതിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും, ചില സമയങ്ങളിൽ അതിനെ മറ്റ് തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, അതൊന്നും തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ആൾ വെറും ഒരു സാധാരണ പൗരനല്ല. അദ്ദേഹം ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ
ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ അപകടം നടന്ന ദിവസം ഇദ്ദേഹം ഒരു നിയമത്തിന്റെ പാലകനായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹം 8 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബ്ലഡ് പോലീസിന് എടുക്കാൻ അദ്ദേഹം സമ്മതിച്ചത്. അതായത് ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന ആരോപണത്തെ ശരിവെക്കുന്ന പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വഫ എന്നൊരു സ്ത്രീ ആ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നു. പിന്നീട് വഫ ആദ്യം കേസിൽ പ്രതിയായിരുന്നു. ഇപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് പോലെ എനിക്ക് തോന്നുന്നു. അവരാണ് ഡ്രൈവ് ചെയ്തിരുന്നത് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കുറച്ചു ദൂരം അവർ ഡ്രൈവ് ചെയ്തതിനു ശേഷം ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെയാണ്. ഇതിലൊക്കെ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചു പോയി. ഇത് ഞാൻ അതിനെക്കുറിച്ച് ബഷീറിനെ ബോധപൂർവം കൊലപ്പെടുത്താൻ ശ്രീറാം വെങ്കിട്ടരാമൻ ശ്രമിച്ചതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ശ്രീറാം വെങ്കിട്ടരാമന്റെ ഭാഗത്ത് മദ്യപിച്ച് കാർ ഓടിക്കുക എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത് നിഷേധിക്കാൻ, അത് തെറ്റെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും അദ്ദേഹവും ഒക്കെ ഏത് സാഹചര്യത്തിലാണ് ഈ രീതിയിൽ അവിടെ എത്തിയത്, അതൊന്നും അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അതിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അന്വേഷണം പോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൊണ്ടും ഉന്നത ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ എപ്പോഴും കേരള പോലീസ്, കേരളത്തിലെ ഭരണകൂടം കൂട്ടുനിൽക്കുന്നതുകൊണ്ടുമാണ് ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും പല ആരോപണങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, UDF സർക്കാർ ഈ വ്യക്തിയെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ നിന്നും കോടതി വിമുക്തനാക്കുന്നിടം വരെ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിനാണ് ഉചിതം. ഇത് നിയമപരമായിട്ട് പിന്നെ, കാരണം എൻ്റെ ഒരു മറു ചോദ്യം, ഈ ഗണേഷ് കുമാറിനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇത്തരം ഈ ചില വിഷയങ്ങളിൽ ധാർമ്മികതയുടെ പ്രശ്നം പറഞ്ഞ് അവരെ ഒരുപാട് കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്രാവശ്യം പാലക്കാട് സീറ്റ് കൊടുത്തില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും കോടതി അദ്ദേഹത്തെ അന്തിമമായിട്ട് വിധി പ്രഖ്യാപിച്ചു? കേസ് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത രാഷ്ട്രീയക്കാരും കേസ് നടക്കുമ്പോൾ അധികാര സ്ഥാനത്ത് തുടർന്നാൽ അവരുടെ കേസിനെ സ്വാധീനിക്കാൻ അവർക്ക് പറ്റും. ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഞാനിപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പല ആൾക്കാരും ആവശ്യമില്ലാത്ത പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു സാമുദായിക കാഴ്ചപ്പാടിലോ അതല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒന്നും കാണേണ്ട വിഷയമല്ല. തികച്ചും കുറ്റകൃത്യം ആര് ചെയ്താലും, അത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും കുറ്റകൃത്യമായിട്ട് തന്നെ കാണുക. അക്കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുക. ഒരാളുടെ കുറ്റകൃത്യത്തെ നേരെ കണ്ണടച്ചാൽ ഒരുപാട് പേരുടെ കുറ്റകൃത്യത്തിന് നേരെ കണ്ണടയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് അത് പിന്നീട് ഭവിക്കും. ഇതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവരെ ഒരുപാട് പേര് ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ പ്രസ്താവന ഇറക്കുന്ന വ്യക്തികൾ, എനിക്ക് തോന്നുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിനെ പോലുള്ള വ്യക്തികൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതിയിലിരിക്കുന്ന വിഷയം കോടതി ചർച്ച ചെയ്ത് മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ ബഹളം വെക്കുന്നു. അത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. മാധ്യമപ്രവർത്തകരിൽ ഒരുപാട് കള്ളന്മാരുണ്ട്, ഒരുപാട് പേര് സ്ഥാപിത താല്പര്യക്കാരുണ്ട്, ഒരുപാട് പേര് വർഗീയ ഉള്ളവരുണ്ട്. ഇത്തരം സംഘടനകൾക്കെല്ലാം മാധ്യമങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അവരൊക്കെയാണ് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും എനിക്ക് തിരിച്ച് മറ്റൊരു ചോദ്യമുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ മാധ്യമമായ ഏഷ്യാനെറ്റ്, അവരും മാധ്യമപ്രവർത്തകരല്ലേ? അവരും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യല്ലോ. അവർക്കെതിരെ ഒന്നും പറയാൻ RV ബാബുവിനെ പോലുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ ആദ്യം അവരെ നിയന്ത്രിച്ചിട്ട് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്ന അല്ലേ നല്ലത്? ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ഉണ്ട്. ഈ ബഷീറിന്റെ വിഷയത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീറാം വെങ്കിട്ടരാമന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയാൽ സ്വാഭാവികമായിട്ടും വലിയ ദാവൂദ് ഇബ്രാഹിംമാര് പിന്നീട് ഇതൊരു ഉദാഹരണമാക്കിയെടുക്കും. ശ്രീറാം വെങ്കിട്ടരാമൻ ആർക്കും അങ്ങനെ അനിവാര്യനല്ല. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയത് ആയിരിക്കാം. ഞാൻ അദ്ദേഹം മനഃപൂർവ്വം കൊന്നതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിയമത്തിന്റെ വഴിയിൽ അത് പോട്ടെ. അതുവരെ അദ്ദേഹം രാജിവെക്കുകയൊന്നും വേണ്ട IAS ന്ന്. പക്ഷെ അതുവരെ തൽക്കാലം അദ്ദേഹം ഇത്തരം പ്രകോപനപരമായ രംഗങ്ങൾ സൃഷ്ടിക്കാതിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ കേസ് സർക്കാർ ഇടപെടാനും പാടില്ല. കേസിൽ സത്യം പുറത്തു വരട്ടെ.
ഒരു ജീവൻ നഷ്ടപ്പെട്ടത് അത് ആരുടെ ആയെങ്കിലും അതൊരു ജീവൻ തന്നെയാണ്, അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ പെട്ടെന്ന് ഊരിപ്പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുകയും ഭാവിയിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരള സമൂഹത്തിന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും ഈ സത്യമേവ ജയതേ എന്ന നമ്മുടെ ആപ്തവാക്യം അത് ഇവിടെയും നടക്കട്ടെ എന്ന് ആശിക്കുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. കൂടുതൽ വിശദ അംശങ്ങളുമായിട്ട്, കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.